Hi, my beautiful souls. I'm Dr. Sri, and welcome to Nourish Riley Heal Your Gut, Glow Your Life. ഇന്ന് നമ്മൾ രണ്ടാമത്തെ ദിവസമാണല്ലേ. ഇന്നൊരു സിമ്പിൾ ടീ നമുക്കത് ഒരുപാട് ഡിഫറൻസ് കൊണ്ടുവരും നമ്മുടെ ഡെയിലി ലൈഫിൽ. സോ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹൈബിസ്കസ് എന്ന് പറയുന്നത് നമ്മുടെ സാധാ ചെമ്പരത്തിയാണ്. അപ്പോൾ അത് ഒരുപാട് ഗുണങ്ങൾ നമ്മൾക്ക് തരും. ദ മോസ്റ്റ് പവർഫുൾ സ്കിൻ ബ്രൈറ്റ്നർ എന്നാണ് ചെമ്പരത്തിയെ പറ്റി പറയുന്നത്. ഒരു 2 ഹൈബിസ്കസിൻ്റെ ഫ്ലവേഴ്സ് അങ്ങനെ തന്നെ എടുക്കാം, ഇല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ഇതിൻ്റെ പെറ്റൽസ് ഉണക്കി സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം സിനമൺ, കറുവപ്പട്ട, അത് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ഒരു ടേസ്റ്റൊക്കെ വരാൻ വേണ്ടി. പിന്നെ ചെറിയതായിട്ട് ഇതൊന്ന് തണുത്ത് കഴിഞ്ഞാൽ 1 ടീസ്പൂൺ ഹണി നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. നിർബന്ധമില്ല, ആവശ്യമുള്ളൊരു മാത്രം മതി. 1 കപ്പ് ചൂടുവെള്ളം, ഇത്രയാണ് നമുക്കിതിന് വേണ്ടത് കേട്ടോ. എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നന്നായിട്ട് വെള്ളം ചൂടാക്കുക. അതിലേക്ക് നമ്മൾ ഈ ഹൈബിസ്കസിൻ്റെ ഫ്ലവേഴ്സ്, ചെമ്പരത്തിയുടെ ഇല ഉണങ്ങിയതായാലും ഇടുക. അതിലേക്ക് വീണ്ടും നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ കഷ്ണം സിനമൺ, അല്ലെങ്കിൽ ഒരു പൊടിയായിട്ടാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ പൊടി. ഇതെന്തിനാണെന്ന് വെച്ചാൽ നല്ല ഗ്ലോ ഉണ്ടാക്കും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് രണ്ടും ഒരു 5 മിനിറ്റ് നന്നായിട്ട് സ്റ്റീപ്പ് ചെയ്യാൻ വെക്കുക, അടച്ച് വെക്കുക. അങ്ങനെ അടച്ച് വെക്കുമ്പോൾ നല്ല റെഡ് കളറിലേക്ക് ഈ വെള്ളം മാറും. വെള്ളത്തിൻ്റെ കളർ മാറി നല്ല റെഡ് കളറാവും. അപ്പോഴത്തേക്ക് ഒരു അരിപ്പ എടുത്ത് അരിച്ചൊരു കപ്പിലേക്ക് മാറ്റുക. ചൂട് ലേശം ഒന്ന് മാറിക്കഴിഞ്ഞ് മാത്രം എന്ത് ചെയ്യുക, ഹണി ആഡ് ചെയ്യുക. ഓക്കെ, ചെറുതായിട്ട് സിപ്പ് ചെയ്ത് വേണം നമ്മളിത് കുടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ, ഇൻസ്റ്റൻ്റായിട്ട് നമുക്കൊരു സ്കിൻ ഗ്ലോ കിട്ടും. അതായത് ബ്ലഡ് ഫ്ലോ നമ്മുടെ സ്കിന്നിലേക്ക് വരുമ്പോഴാണ് നമുക്കൊരു നാച്ചുറൽ പിങ്ക് ഗ്ലോ വരുന്നത്. അതുപോലെ തന്നെ നമ്മളിതിനെ ഒരു എന്താ പറയുക, ബോട്ടോക്സ് പ്ലാന്റ് എന്ന് പറയും. അതായത് ആൻറ്റി ഏജിനിങ് എഫക്റ്റ് ഇതിനുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു പേര് ഇതിന് കിട്ടിയിട്ടേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂട്ടും. പിന്നെ ഇതിനകത്ത് വൈറ്റമിൻ സി കണ്ടൻ്റ് ഉണ്ട്. നമ്മുടെ മുഖം ആകെ ഒരു ഡള്ളായിട്ട് ഇരിക്കുക, അല്ലെങ്കിൽ മുഖത്ത് ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷനൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ ഈ വൈറ്റമിൻ സി കഴിക്കുമ്പോൾ നമുക്ക് മാറിക്കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ചിലരുടെയൊക്കെ സ്കിൻ ടൈപ്പ് ഓയിലി ആണെന്ന് പറയും, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആണെന്ന് പറയും. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നോർമലി വരുന്നതാണ് ആക്നി, അല്ലെങ്കിൽ മുഖം ഇങ്ങനെ വീർത്തിരിക്കുക, തടിച്ചിരിക്കുക, അങ്ങനെയൊക്കെ പറയില്ലേ. സോ ഇൻഫ്ലമേഷൻ കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ ഉറങ്ങിയിട്ടൊക്കെ എണ്ണിട്ട് ഒരു മുഖം തടിച്ചിരിക്കും. സോ ദാറ്റ് ഈസ് ഇൻഫ്ലമേഷൻ. അതൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീ വളരെ നല്ലതാണ്. ഓൾസോ നമ്മുടെ സ്കിൻ ഇത് കുടിച്ച് തുടങ്ങുമ്പോൾ തന്നെ നല്ല ഫ്രഷായിട്ടും നല്ല യങ്ങായിട്ടും ഇരിക്കും. ഞാനിത് വർഷങ്ങളായിട്ട് കുടിക്കുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇനി ഈ ഒരു ടീ ഏത് സമയത്താണ് കുടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഈവനിങ് ടൈമിലാണ് ഇത് കുടിക്കാൻ ഏറ്റവും ബെസ്റ്റ്. അതായത് ഒരു 4 മണി 6 മണി സമയത്തൊക്കെ നമ്മൾ നോർമലി ചായയൊക്കെ കുടിക്കുന്ന ആ ടൈമിലാണ് നമ്മുടെ സ്കിന്ന് ആൻറ്റി ഓക്സിഡൻസ് അബ്സോർബ് ചെയ്യുന്നത്. സോ ആ ഒരു സമയത്ത് നമുക്ക് കുടിക്കാം. ഇനി ഒരാഴ്ചയിൽ ഒരു 3-4 തവണ കുടിക്കാം. ഇനി എംപ്റ്റി സ്റ്റൊമക്കിൽ കുടിച്ചെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇത് സേഫ് തന്നെയാണ് കേട്ടോ. നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനിത് കുടിച്ചു തുടങ്ങുമ്പോൾ എപ്പോൾ തൊട്ട് ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും, അല്ലെ എപ്പോൾ തൊട്ടാണ് ഇതിൻ്റെ എഫക്റ്റ് അറിയാൻ. ഒരു ദിവസം മുതൽ ഒരു 3 ദിവസത്തിനകത്ത് നമുക്ക് നമ്മുടെ സ്കിൻ ഫ്രഷായിട്ട് തോന്നിക്കും. പിന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ ഒരു 4 മുതൽ 7, അതായത് ഒരു 1 വീക്കൊക്കെ ആകുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഗ്ലോ അപ്പിയർ ചെയ്യും നമ്മുടെ ഇതിൽ. പിന്നെ ഒരു 2 ആഴ്ചയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നോക്കുമ്പോൾ നമ്മുടെ മുഖത്തൊരു ചെറിയൊരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. എൻ്റെ കുട്ടികളൊക്കെ എപ്പോഴും ചോദിക്കും, എൻ്റെ സ്കിൻ എന്താണ് ഇങ്ങനെ ഇത്ര സോഫ്റ്റ് ആയിട്ടിരിക്കുന്നത്, കൊച്ചു കുട്ടികളുടെ പോലെ. ഇത് വെറുതെ തള്ളുന്നതല്ല കേട്ടോ, പുട്ട് കഴിച്ചിട്ട് തള്ളലൊന്നുമല്ല, അങ്ങനെ ചോദിക്കാറുണ്ട് അവർ. പിന്നെ ഒരു 21 ഡേയ്സ് നമ്മൾ എന്തുകൊണ്ട് പറയുന്നു, ഒരു വിസിബിളി നമ്മുടെ മുഖത്തൊക്കെ ഒരു ഗ്ലോയും ഒരു ഡൾനെസ്സൊക്കെ പോയി നല്ലൊരു ഫ്രഷ് ലുക്ക് വരും. ഒരു 21 ഡേയ്സ് കണ്ടിന്യൂസ്ലി ഇത് കഴിക്കുമ്പോൾ കേട്ടോ, കുടിക്കുമ്പോൾ. മുഖത്ത് ഒരുപാട് പിഗ്മെൻറ്റേഷൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ഒരു 6 മുതൽ 8 ആഴ്ച വരെയൊക്കെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിസിബിളി അതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. പിന്നെ നമ്മൾ ആരൊക്കെയാണ് ഇത് കുടിക്കരുതാത്തത് എന്ന് ചോദിച്ചാൽ, പ്രഗ്നൻസി ടൈമിൽ ഡോക്ടറോട് കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ ലോ ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസ് ഉണ്ടെങ്കിൽ അവരും BP മെഡിസിനൊക്കെ എടുക്കുമ്പോൾ ഇതൊരു 2-3 തവണ വീക്കിലി അത്രയും മതി, അങ്ങനെ കഴിച്ചാൽ മതി കേട്ടോ.
താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് നറിഷ് റോയലെ. ഇത് നമ്മുടെ രണ്ടാമത്തെ ദിവസമായിരുന്നു. ഈ ഒരു ഹൈബിസ്കസിൻ്റെ സ്കിൻ ഗ്ലോ ടീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ദ വീഡിയോ, ഷെയർ ഇറ്റ് വിത്ത് സമ്മൺ. ഈ സ്കിൻ കെയർ ഒക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇത് ഷെയർ ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്. ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ്സ് ഫോർ മോർ നാച്ചുറൽ ഗ്ലോ റിച്വൽസ്. See you tomorrow for day 3.